നിലമ്പൂരിൽ ശക്തമായ ചതുഷ്കോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി എം സ്വരാജും തൃണമൂൽ സ്ഥാനാർത്ഥി PV അൻവറും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരമെന്നത് ഉറപ്പ്. LDF, NDA, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, മന്ത്രി അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പമെത്തിയാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. താലൂക്ക് ഓഫീസിന് സമീപത്തെ ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലില്ലെന്ന് M സ്വരാജ് പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർക്കൊപ്പം വാഹനജാഥയായി എത്തിയാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചത്. വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും. പ്രകടനമായി താലൂക്ക് ഓഫീസിലെത്തിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറിന്റെ പത്രികാ സമർപ്പണം. തന്റെ മത്സരം പിണറായി VD സതീശൻ നക്സസിനെതിരെയെന്ന് അൻവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ പത്രമാധ്യമങ്ങളോട് പറയുകയുണ്ടായി, കേരളത്തിലെ ജനങ്ങളോട്, UDF-ൽ അൻവറിനെ കറിവേപ്പിലെ ആയി എടുത്തു കളഞ്ഞു. ആരാണ് അദ്ദേഹത്തിന് ആ വിവരം കൊടുത്തത്? അതാണ് ഞാൻ ഈ പറയുന്ന ഈ വിഷയത്തിലുള്ള പൊളിറ്റിക്കൽ നെക്സസ് വിത്ത് ഓപ്പോസിഷൻ ലീഡർ VD സതീശൻ. ഞാൻ ഈ പോരാട്ടം നയിക്കാൻ സാധാരണക്കാരായ മനുഷ്യരെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, നിലമ്പൂർ.